അപ്പുവിൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ ഉടനീളം ദേവു സന്തോഷവതിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവളുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. വല്ലതും കഴിക്കാം. സ്വപ്നലോകത്തായിരുന്നതുകൊണ്ട് തന്നെ ആഹി പറഞ്ഞത് അവൾ കേട്ടില്ല. അവൻ വണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറ്റി നിർത്തി. കാർ നിന്നെന്ന് മനസ്സിലായപ്പോൾ ദേവു ചുറ്റുനോക്കി, പിന്നെ ആഹിയെയും. വാ, ഇറങ്ങ്, വല്ലതും കഴിക്കാം. അവൻ ഡോറ് തുറന്ന് ഇറങ്ങിയതിന് പിന്നാലെ അവളും ഡോറ് തുറന്നിറങ്ങി. ഭക്ഷണമെല്ലാം കഴിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. താൻ വഴി പറഞ്ഞു കൊടുക്കാതെ തന്നെ ശരിയായ വഴിയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ആഹിയെ അവൾ അത്ഭുതത്തോടെ നോക്കി. അതറിഞ്ഞെന്നോണം അവൻ പറഞ്ഞു, അതെ, കെട്ടിയ പെണ്ണിൻ്റെ അനിയൻ എവിടാണെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? ആഹി അത് പറഞ്ഞതും ദേവു അവനെ നോക്കി. ഇതേ സമയം, സാർ പറഞ്ഞ പോലെ ആ ചെക്കനെ പൊക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ, പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഒരു ഗൂഢമായ ചിരിയോടെ അയാൾ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്കിട്ടു. വാട്ട് ആർ യു സേയിങ്? ദീക്ഷിത്ത് മിസ്സിംഗ് ആണെന്നോ? അവനെ ഫുൾ റെസ്പോൺസിബിലിറ്റിയോടെ നിങ്ങളെയല്ലേ ഏൽപ്പിച്ചിരുന്നത്? അലറുകയായിരുന്നു ആഹിയപ്പോ. തൻ്റെ ഒരു സൈഡിൽ മരവിച്ച അവസ്ഥയിലിരിക്കുന്ന ദേവുവിനെ കണ്ട് അവൻ്റെ ദേഷ്യം ഇരട്ടിയായി. നിങ്ങളൊക്കെ ഇവിടെ എന്തു നോക്കി ഇരിപ്പായിരുന്നു? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല? അതോ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ? അവിടെ കിടന്ന ടേബിൾ ശക്തിയായി അടിച്ചുകൊണ്ട് ആഹി ചോദിച്ചു. പൊതുവെ ആൺകുട്ടികളെക്കാൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് പെൺകുട്ടികളെയാണ്. അറുത്തു മുറിച്ച പോലെ അവിടെയുള്ള സെക്യൂരിറ്റി മറുപടി നൽകി. അപ്പോൾ നിങ്ങൾ പെൺകുട്ടികളെ മാത്രമേ നോക്കത്തുള്ളൂ അല്ലേ? ഇതിന് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ കണക്ക് ചോദിക്കും, കാത്തിരുന്നോ? അതും പറഞ്ഞ് ദേവുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഇതേ സമയം മറ്റൊരിടത്ത്, സാർ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഷോക്ക് കൊടുക്കുന്ന ടേബിളിന് മുകളിലായി ഇരു കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിൽ കിടന്ന് സക്കറിയ അർണവിനോട് കേണപേക്ഷിച്ചു. അതേസമയം ഇതൊന്നും കേൾക്കാത്ത പോലെ മോണിറ്ററിൽ ഷോക്കിനുള്ള വോൾട്ടേജ് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അർണവ്. സാർ, ഞാൻ എന്ത് വേണേലും ചെയ്യാം, ഷോക്ക് അടുപ്പിക്കരുത് പ്ലീസ്. പിന്നെയും അയാൾ അവനോട് കേണു. അപ്പോൾ പറ സക്കറിയ, ഈ ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്, ഇതിന് പുറകിൽ ആരാണെന്നും വേഗം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടും. ഇല്ലേൽ നിനക്ക് ശരിക്കറിയാലോ എന്നെ. ജീവിതകാലത്ത് നീ പിന്നെ പുറം ലോകം കാണില്ല. ടേബിളിനടുത്തായി ചെയർ വലിച്ചിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ സക്കറിയ മൗനം പാലിച്ചു. അത് കണ്ട് ക്രൂരമായ ഒരു ചിരിയോടെ അവൻ വയറുകൾ സക്കറിയയുടെ തലയിൽ അതാത് സ്ഥാനങ്ങളിൽ വെച്ചു. അത് കണ്ടതും സക്കറിയയ്ക്ക് അപകടം മണത്തു. ഞാനെല്ലാം പറയാം സാർ, എന്നൊന്നും ചെയ്യരുത്. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഹോസ്പിറ്റലാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഗബ്രിയേൽ സാറ്. സാറാണ് എനിക്ക് നിർദ്ദേശം തരുന്നത്. ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. എന്ത് നിർദ്ദേശം? ഇടയ്ക്ക് കയറി അർണവ് ചോദിച്ചു. അത് പിന്നെ സാർ, വീട്ടുകാർക്ക് വേണ്ടാത്തവരും പിന്നെ സ്വത്തുക്കൾക്ക് വേണ്ടി ഭ്രാന്താക്കേണ്ടവരെയുമൊക്കെ പൈസ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു വിടും. അതാണ് പതിവ്. അപ്പോൾ തൻ്റെ ഗബ്രിയേൽ സാർ ഇങ്ങോട്ടേക്ക് വരാറില്ലേ? സംശയത്തോടെ അർണവ് ചോദിച്ചു. അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല സാർ, വല്ലപ്പോഴും. പിന്നെ ബാക്കി പറ. പിന്നെ എന്തോ വലിയൊരു രഹസ്യം ഗബ്രിയേൽ സാറിന് മറയ്ക്കാനുണ്ട് മറ്റാരോടോ. എന്ത് രഹസ്യം? അത് പിന്നെ സാർ സംസാരിക്കാറുള്ള ഒരു സ്ത്രീയില്ലേ, അവരെക്കുറിച്ചാണ്. അതെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നിൻ്റെ ഈ ഗബ്രിയേൽ മാത്രമേ ഉള്ളോ ഈ ട്രസ്റ്റിൽ? അർണവ് ചോദിച്ചു. അല്ല, സാറിൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട്. ആരൊക്കെയാണെന്ന് തനിക്കറിയോ? ഇല്ല സാർ. തൽക്കാലം നീ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്ക്. എനിക്ക് കുറച്ച് ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ തിരിഞ്ഞു നടന്ന അർണവ് പിന്നെയും അയാൾക്കരികിലേക്ക് ചെന്നു. നീയല്ലാതെ വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരുമില്ല സാർ, സത്യമായിട്ടും. എന്നെയാണ് അവർ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അയാളുടെ മറുപടി കേട്ടതും അർണവ് തിരിഞ്ഞു നടന്നു, മനസ്സിൽ ചില കണക്കൂട്ടലുമായി. ദേവുവിനെ ചേർത്ത് പിടിച്ച് നടക്കുന്നതിനിടയിൽ ആഹി അകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ധൃതിപ്പെട്ട് ഫോണിൽ സംസാരിക്കുന്ന അവിടുത്തെ വാർഡനെ അവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. കാറിൽ അവളെയും കയറ്റിയിരുത്തി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവനറിയില്ലായിരുന്നു. ഫോണിൽ വന്ന കോളാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. മറുഭാഗത്തു നിന്നുള്ള സംസാരം കേൾക്കെ അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അതേ ദേഷ്യത്തോടെ അവൻ വണ്ടിയെടുത്തു. ദേവു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ഒടുവിലെ ആഹിയുടെ വിളിയാണ് ദേവുവിനെ സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോഴാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെന്നും ആഹി തന്നെ നോക്കിയിരിക്കുകയാണെന്നും ദേവുവിന് മനസ്സിലായത്. സീറ്റിനു മുകളിലിരുന്ന അവളുടെ കൈകളിൽ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. ഡോ ദേവു, ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ തൻ്റെ കൂടെ? എനിക്ക് ജീവനുള്ളിടത്തോളം നിനക്കോ നമ്മുടെ അനിയനോ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. പ്ലീസ് ഇങ്ങനെ ഇരിക്കല്ലേ നീ. എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതിനു മറുപടിയായി നിർജീവമായൊരു ചിരി അവൾ അവന് സമ്മാനിച്ചു. എനിക്ക് ഈ ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ കൂടപ്പിറപ്പായി അവൻ മാത്രമേ ഉള്ളൂ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ.
അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ സ്വരം ഇടറുന്നത് അവനറിഞ്ഞു. അവൻ്റെ മനസ്സിലപ്പോൾ തീയായിരുന്നു. ആർക്കും അണയ്ക്കാനാകാത്ത വിധം സർവ്വം ചുട്ടു ചാമ്പലാക്കാൻ പറ്റിയ തീയ്. ദേവു, എനിക്കൊരിടം വരെ പോണം. പക്ഷെ നിന്നെ കൂടെ കൊണ്ടുപോകുന്നത് സേഫല്ല. അതുകൊണ്ട് നീ ഇവിടെ വേണം നിൽക്കാൻ. ഒരു പഴയ ഓടിട്ട വീട് ചൂണ്ടിക്കാട്ടി അവൻ അവളോടായി പറഞ്ഞു. ഒന്നും മനസ്സിലാകാത്ത പോലെ അവൾ അവനെ നോക്കി. ഞാൻ എന്തിനാ ഇവിടെ? ഞാനും കൂടെ. ദേവു, നിന്നെ കൊണ്ടുപോകാൻ പറ്റിയ ഒരിടത്തേക്കല്ല ഞാൻ പോകുന്നത്. നീ ഒരിക്കലും അവിടെ സേഫ് ആയിരിക്കില്ല. ഇവിടെയാണ് നീ സേഫ്. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കല്ല. അകത്തേക്ക് ചെല്ല്, അഭിയുണ്ട് അവിടെ. അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് ആഹി ആ വീട്ടിലേക്ക് നോക്കി അവളോടായി പറഞ്ഞു. ആരുടെ വീടാ ഇത്? ദേവു തൻ്റെ സംശയം ഉന്നയിച്ചു. എല്ലാം പറയാം. ഇപ്പോൾ ഒന്നും വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ നേരമില്ല. നീ ചെല്ല്. എല്ലാത്തിനും പരിഹാരം കാണാനാണ് ഞാൻ പോകുന്നത്. കൂടുതലൊന്നും ചോദിക്കരുത്. എല്ലാം നിന്നോട് വന്നിട്ട് പറയാം. അവൻ അതും പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ സൈഡിലേക്ക് ചെന്നു. വാ, ഇറങ്ങ്. അവൻ നീട്ടിയ കൈകളിൽ പിടിച്ച് അവൾ പതിയെ പുറത്തേക്കിറങ്ങി. അകത്തേക്ക് ചെല്ല്. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവിടുന്ന് നിങ്ങൾ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല. മനസ്സിലായോ? അവൾ മനസ്സിലായെന്ന പോലെ തലയാട്ടി. എന്നാ പൊക്കോ. ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ പതിയെ മുൻപിലേക്ക് 2 അടി വെച്ചു. പോയതിനേക്കാൾ 10 മടങ്ങ് സ്പീഡിൽ തിരിച്ചു വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടി. പിന്നെ പതിയെ ഇരു കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. പേടിക്കേണ്ട ദേവു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി നെറുകയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവൾക്ക് പിന്നെ മുഖം കൊടുക്കാതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവൾ അവനെ തന്നെ നോക്കി കുറച്ചുനേരം അവിടെ നിന്നു. പിന്നെ വീട് ലക്ഷ്യമാക്കി നടന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ തനിക്കെതിരെ നടന്നു വരുന്ന അർണവിനെയാണ് അവൾ കണ്ടു. അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം അവളെ ഭയപ്പെടുത്തി. അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ മറികടന്ന് പുറത്തേക്കിറങ്ങി. അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു കോർണർ സീറ്റിലേക്ക് കയറുന്ന അർണവിനെയും. പിന്നെ അപ്പോൾ തന്നെ പൊടി പറത്തിക്കൊണ്ട് ആ കാർ അവിടെ നിന്നും പോയി. അവൾ പതിയെ ആ വീടിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു. അഭിയേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ദേവു പൊട്ടിക്കരഞ്ഞു. എത്ര നേരം അങ്ങനെ കടന്നുപോയെന്ന് അവർ ഇരുവരും അറിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അഭിയിൽ നിന്നും അടർന്നു മാറുമ്പോൾ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന ഒരു ജോഡി കണ്ണുകളെ. അഭിയേച്ചി, ഇത്? തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ദേവു അഭിയെ നോക്കി. ആഹിയുടെയും അർണവിൻ്റെയും അമ്മയാണ്. അഭി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവുവിൻ്റെ കാലുകൾ യാന്ത്രികമായി അവർക്കരികിലേക്ക് ചലിച്ചു. കസേരയിലിരിക്കുന്ന അവർക്കരികിൽ അവൾ മുട്ടുകുത്തിയിരുന്നു. അവരുടെ കണ്ണുകളിലെ നിർവികാരത അവളെയും ഒരുപാട് വേദനിപ്പിച്ചു. മോളാണോ എൻ്റെ ആഹിമോൻ്റെ പെണ്ണ്? അവർ തെല്ലൊരു സങ്കോചത്തോടെ ദേവുവിൻ്റെ ഇരു കവിളിലേക്കും കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. അതേ എന്നോണം അവൾ തലയാട്ടി. എന്തൊരു നിർഭാഗ്യമാണ് ഞാൻ. എൻ്റെ കുട്ടികളെ മടിയിലിരുത്തി കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഉള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അവരെ എനിക്ക് തിരികെ കിട്ടി. എൻ്റെ പൊന്നു മക്കളെ. അവർ അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അവരുടെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോട്ടെ എന്നോർത്ത് ദേവും അഭിയും മൗനം പാലിച്ചു. കുട്ടിക്കറിയോ, ഞാൻ എത്ര വർഷങ്ങളായി ആ സെല്ലിനിൽ കിടക്കുന്നു എന്ന്? എനിക്ക് പോലും നിശ്ചയമില്ലാതെ. അതിലും വലിയ വിധി എൻ്റെ കുട്ടികളുടെ അച്ഛനെ എൻ്റെ പക്കൽ നിന്നും വിധി കവർന്നു കൊണ്ടുപോയതാണ്. കവർന്നു കൊണ്ടുപോയതല്ല, കവർന്നെടുത്തു എന്ന് പറയുന്നതാവും ശരി. എൻ്റെ വിജയേട്ടനെ എൻ്റെ മുൻപിലിട്ട്. അത്രയും പറഞ്ഞപ്പോഴേക്കും തളർന്നിരുന്നു. അഭി വേഗം പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. അത് മേടിച്ച് അവർ കുടിക്കുന്നത് നോക്കി ബാക്കി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവർ രണ്ടുപേരും ഇരുന്നു. ഇതേ സമയം ശത്രു സംഹാരത്തിനായുള്ള യാത്രയിലായിരുന്നു ഇരട്ട സഹോദരങ്ങൾ. ആർ യു ഓക്കെ സിദ്ധു? വീഡിയോ കോളിൽ കൂടി ആവലാതി നിറഞ്ഞ ആഹിയുടെ ശബ്ദം സിദ്ധുവിൻ്റെ കർണപടങ്ങളിലേക്ക് ഒഴുകിയെത്തി. അതിനു മറുപടി എന്നോണം സ്ക്രീനിൽ കാണുന്ന ആഹിയുടെ മുഖത്തേക്ക് നോക്കി സിദ്ധു ഒന്ന് ചിരിച്ചു. ഞാൻ ഓക്കെയാണ്, നീ സേഫല്ലേ? പതിഞ്ഞ സ്വരത്തിലാണ് സിദ്ധു പറഞ്ഞത്. ആടാ, ഞാൻ സേഫാണ്. പിന്നെ നിനക്കിപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? പിന്നെയും ആഹി ചോദിച്ചു. ഇല്ലടാ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു പെയിന്, അത്രേ ഉള്ളൂ. എന്നാൽ ഓക്കേടാ, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ വിളിക്കാം. കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങിയ ആഹിയോട് സിദ്ധു ചോദിച്ചു. ഡാ ദേവു, അവൾ സേഫാണ്, നീ വെറേഡാവണ്ട, ടേക്ക് റെസ്റ്റ്. അതും പറഞ്ഞ് ആഹി ഫോൺ വെച്ചു. നീ നിന്റെ നമ്പറിൽ നിന്നാണോ കോൾ ചെയ്തേ? അർണവ് സംശയത്തോടെ ചോദിച്ചു. അതെ, എന്താ? ആഹി തിരിച്ച് അവനോട് ചോദിച്ചു. അല്ല, അവർക്ക് ലൊക്കേഷൻ കിട്ടില്ലേ നമ്മുടെ? പിന്നെയും അർണവിന് സംശയം. കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ ഓണാക്കിയത്, ആഹി മറുപടി പറഞ്ഞു. നമ്മൾ അവർക്ക് അടുത്തെത്തിയെന്ന് അവർ അറിയണോ? അത് വേണോ ആഹി? അർണവ് ചോദിച്ചു. വേണം. അഥവാ അവർ എൻ്റെ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടേൽ അവർ അറിയണം ഞാൻ അവർക്ക് അടുത്തെത്തിയെന്ന്. എന്നാലേ അവർ വഴി തന്നെ ചന്തു എവിടെയെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റൂ. ആഹി കാറിൻ്റെ സീറ്റിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് അർണവിനോടായി പറഞ്ഞു. നമ്മൾ അടുത്തെത്തിയെന്ന് ഉറപ്പായാൽ അവർ എന്തായാലും ചന്തുവിനെ സ്ഥലം മാറ്റും. എന്നിട്ട് നമുക്ക് നേരെ തിരിയുകയുള്ളൂ. അതല്ലേ നിന്റെ പ്ലാൻ? അർണവ് ഒരു ചിരിയോടെ ചോദിച്ചു.
അതിനു മറുപടി എന്നോണം ആഹി തലയാട്ടി. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഏകദേശം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം ചെല്ലുക ഹോസ്പിറ്റലിലേക്കായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അമ്മയെ അവിടെ നിന്നും ഇറക്കിയത്. സോ ഇനി നമ്മൾ കുറച്ച് കരുതലോടെ ഇരിക്കണം, ആഹി കുറച്ചു നേരത്തെ ചിന്തക്കൊടുവിൽ പറഞ്ഞു. ഡാ, അപ്പോൾ ഇനി ആ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്ക്. അവർക്ക് കിട്ടാനുള്ളത് ഇപ്പോൾ കിട്ടിക്കാണും. നമ്മൾ ഉദ്ദേശിച്ചതും നടന്നു, അർണവ് ആഹിയോടായി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ആഹി ഫോൺ ഓഫ് ചെയ്ത് കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഇട്ടു. അല്ലടാ, ക്രിസ്റ്റി ഇതുവരെ വിളിച്ചില്ലല്ലോ. അവൻ വിളിക്കാതെ നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകും? അർണവ് ചോദിച്ചു. അവൻ വിളിക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ആഹി അവനോടായി പറഞ്ഞു. ഇനി അവനെ അവർ വല്ലതും? ഇല്ലടാ, അതിനുള്ള സാധ്യതയില്ല. കാരണം അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവൻ സക്രിയയെ കൊണ്ട് അതിനുള്ള സിഗ്നൽ നമുക്ക് തന്നേനെ. അതുകൊണ്ട് നീ അതോർത്ത് വറീഡാവണ്ട. സക്രിയ ഉണ്ടല്ലോ കൂടെ. ആഹി പറയുന്നത് കേട്ട് അർണവ് കാറിന് മുൻപിലേക്ക് നോക്കിയിരുന്നു. ഇനിയപ്പോ ക്രിസ്റ്റി എപ്പോൾ വിളിക്കുന്നോ അപ്പം മുതൽ തുടങ്ങും ഭൈരവിന്റെ കൗണ്ട് ഡൗൺ. അർണവ് ക്രൂരമായ ഒരു ചിരിയോടെ അത് പറഞ്ഞു. പതിയെ ആ ചിരി ആഹിയിലേക്കും വ്യാപിച്ചു. സർ, ടവർ ലൊക്കേഷൻ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് കാണിക്കുന്നത്. അവൻ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. ഓടിക്കിതച്ചു വന്ന ഒരുവൻ ഭൈരവിനോട് അത് പറഞ്ഞതും ഭൈരവ് കസേരയിൽ നിന്നും ചാടി എണീറ്റു. അപ്പോൾ അവർ അടുത്തെത്തിയല്ലേ? ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. വരട്ടെ, 2 പേരും വരട്ടെ. അവർക്ക് പരലോകത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറേ ആയി. വന്യമായ ഒരു ചിരിയോടെ അത് പറഞ്ഞു തിരിഞ്ഞതും തന്നെ നോക്കി നിൽക്കുന്ന ഗബ്രിയലിനെയാണ് കണ്ടത്. ഭൈരവ്, ഇത് വേണോ? ഒന്നുമല്ലെങ്കിലും താൻ 27 വർഷം മകനെന്ന് പറഞ്ഞു കൂടെ കൊണ്ട് നടന്നതല്ലേ. തനിക്കിതിന് പറ്റുമോ? തനിക്കറിയോ ആ 27 വർഷം ഞാൻ ഒരുക്കി ജീവിച്ചത് എങ്ങനെയാണെന്ന്? അവനെ കാണുമ്പോഴൊക്കെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ് വരാറുള്ളത്. പക്ഷെ എല്ലാം കടിച്ചു പിടിച്ച് ക്ഷമയോടെ നിന്നത് ഈ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടിയാണ്. എൻ്റെ കൂടെ നിന്ന് താൻ പോലും എന്നെ ചതിച്ചു. അന്ന് താൻ ആ കുഞ്ഞിനെ കൊന്നിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് 2 തീർക്കേണ്ടി വരില്ലായിരുന്നു, ഭൈരവ് ദേഷ്യത്തോടെ പറഞ്ഞു. ഇതെല്ലാം വ്യക്തമായി കേട്ടുകൊണ്ട് പുറത്തു മറഞ്ഞു നിന്ന 2 പേര് പുറകിലേക്ക് നീങ്ങി. ആഹി, നിങ്ങൾ കരുതുന്ന പോലെ ചന്തു ഇവിടെയില്ല, ക്രിസ്റ്റി ഫോണിലൂടെ ആഹിയോട് പറഞ്ഞു. വാട്ട്? ആഹി അലറി. അതേടാ, ഞങ്ങൾ ഇവിടെ മുഴുവൻ തിരഞ്ഞു, ചന്തു ഇവിടെയില്ല. പിന്നെ നമ്മുടെ നീക്കം മുൻകൂട്ടി കണ്ട പോലെയാണ് ഭൈരവങ്കിൽ ഓരോന്ന് ചെയ്യുന്നത്. ക്രിസ്റ്റി, നീ സക്രിയയും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോ, ഞങ്ങൾ നോക്കട്ടെ എന്താ വേണ്ടെന്ന്. അതും പറഞ്ഞ് ആഹി ഫോൺ വെച്ച് അർണവിന് നേരെ തിരിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അയാൾ 2 കൽപ്പിച്ചാണ്. പിന്നെ അവിടെ ചന്തു ഇല്ലെന്നാ ക്രിസ്റ്റി പറഞ്ഞത്. പിന്നെ ചന്തു എവിടെയാവും? ആഹി സംശയത്തോടെ നെറ്റിയൊഴിഞ്ഞു. ഡാ, 1 മിനിറ്റ്, എൻ്റെ ഒരു ഡൗട്ടാണ്. ഞാൻ എന്തായാലും ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അതും പറഞ്ഞ് അർണവ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താണെന്നുള്ള ആകാംക്ഷയിൽ ആഹി നെറ്റൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. മക്കൾക്കറിയോ, എൻ്റെ വിജയേട്ടൻ പാവൊരു ഡ്രൈവറായിരുന്നു. ആർക്കും ഒരു ദ്രോഹത്തിനും പോകാത്തൊരു സാധു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ. ആ എൻ്റെ ഏട്ടനെ അവന്മാരൊക്കെ ചേർന്ന് എൻ്റെ മുൻപിലിട്ട വെട്ടിക്കൊന്നത്. അത് വെറും ഒരു നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ. അതും പറഞ്ഞുകൊണ്ട് അവരൊന്ന് നെടുവീർപ്പിട്ടു. എന്തായിരുന്നു ആ പ്രശ്നം? അഭി തൻ്റെ സംശയം മുൻപോട്ട് വെച്ചു. ദേവും അതറിയാനുള്ള ആകാംക്ഷയിൽ അവർ പറയുന്നത് കാതോർത്തിരുന്നു. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ മക്കളെ പ്രസവിച്ചിട്ട് അന്നേക്ക് 7 ദിവസമേ ആയിരുന്നുള്ളൂ. വിജയേട്ടൻ ആരുടെയോ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് കടം മേടിച്ചിരുന്നു. അത് തിരിച്ചടക്കാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന ഓട്ടോയും വിറ്റ് ആ ക്യാഷുമായി വരുന്ന വഴിയിൽ ആരോ നിലത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട് ഓടി അയാൾക്ക് അരികിലേക്ക് ചെന്നു. പക്ഷേ അപ്പോൾ വിജയേട്ടൻ അറിഞ്ഞില്ല തൻ്റെ കാലനാണ് അതെന്ന്.